ഇവര് കമ്പനിയുടെ ആദ്യത്തെ റാങ്കായുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്ത ആളുകളാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ഒരുപാട് ആളുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്തു വെക്കുന്നതിന് അപ്പുറത്തേക്ക് പ്രോഗ്രാമുകളിൽ ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. സോ മറ്റൊരു ലീഡറും കൂടെ ഉണ്ട്, കമ്പനിയുടെ ബ്രാൻഡ് ന്യൂ സെയിൽസ് എക്സിക്യൂട്ടീവ് ജുലിത മാഡത്തിനെ ഞാൻ വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. ജാസ്മിൻ മാഡത്തിനെ ഞാൻ വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാം. തീർച്ചയായിട്ടും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും അറിയാം ഇല്ലേ? അപ്പോൾ വിജയിച്ച ആളുകളുടെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും. സോ ഇവരെ ഒരു ഷോർട്ട് ടൈം കുറഞ്ഞ സമയം കൊണ്ട് ഇവരെ ചെറിയൊരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം ഒന്ന് ഷോർട്ടായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നമസ്കാരം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, സമയക്കുറവുണ്ട്. ഞാനൊരു പ്രീ പ്രൈമറി ടീച്ചറാണ്. അപ്പോൾ ഞാൻ ഒരു 15 വർഷമായി സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ലീവിലായിരിക്കുന്ന സമയത്താണ് എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സായ റംലത്ത് മാം, ജാസ്മി മാം, ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് ഈ ഒരു പ്ലാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ഹെൽത്ത് ഇഷ്യൂ കാരണം ഇതിൽ വർക്ക് ചെയ്യാനോ അതിനോട് പ്ലാനോ ഒന്നും ഞാൻ കേട്ടില്ല. ഞാൻ ഒരേ ഒരു വ്യക്തിയെ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ, ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയെ മാത്രം. ആ വ്യക്തിയുടെ ആ ഒരു മുഖം കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വർക്ക് ഏറ്റെടുത്തത്. പിന്നെ റിജിൽ സാറും അതിൽ രഞ്ജിലാൽ സാറിൻ്റെ ഒരു AOP എനിക്ക് ആദ്യമായിട്ട് കിട്ടി പാലക്കാട് വെച്ചിട്ട്. അതോടുകൂടി ഞാൻ ഈ ഒരു ബിസിനസ്സിൽ പാർട്ട്ണറായി എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തർ ഇതുപോലെ സ്റ്റേജിൽ ഈ ഫ്രണ്ടിൽ ഞാൻ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതുപോലെ ഈ സ്റ്റേജിൽ എനിക്ക് കയറാൻ കഴിയുമോ, കാരണം ഇത്രയും പേരെ ചേർത്തണ്ടേ, വർക്ക് മുന്നോട്ട് പോകണ്ടേ. പിന്നെ ഹെൽത്ത് ഇഷ്യൂ എനിക്കൊരു പ്രധാന കാരണവും കൂടെ ആയിരുന്നു. അപ്പം ഇത് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ഞാൻ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. പാർട്ട് ടൈമായിട്ട് തന്നെയാണ് ഈ ജോലി ഏറ്റെടുത്തു. ഇന്ന് ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവായി മാറി. അപ്പോൾ എനിക്ക് നിങ്ങൾ ഓരോരുത്തർക്കും പറയാനുള്ളത്, നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ SRകളും ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ സ്കൂൾ ടീച്ചർ ആവുന്നതിന് മുമ്പ് പല മേഖലകളിലും വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് നമുക്ക് മറ്റു ജോലികളിൽ നമുക്ക് കിട്ടുന്നത് സാമ്പത്തികം മാത്രമാണ്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. എനിക്ക് ക്രൂയിസ് ഷിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഞാൻ ആ ഒരു ട്രിപ്പിൽ പങ്കെടുത്തൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നേട്ടങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ഫിജിക്കാർഡിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കൈവരിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ഓരോ SRകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം മാഡം. ഇതിൽ മുമ്പ് നൽകാൻ വേണ്ടി നമ്മുടെ സെയിൽസ് ഡയറക്ടർ മാനേജർ ആയിട്ടുള്ള റംലത്ത് മാഡത്തിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം. ഹലോ, എൻ്റെ പേര് ജാസ്മിൻ, പാലക്കാട് ജില്ലയിലെ മണ്ണൂർ സ്വദേശിനിയാണ്. എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്തത് എൻ്റെ ഗ്രേറ്റ് ലീഡറായ ഇന്ന് 5ാം റാങ്കിൽ വർക്ക് ചെയ്യുന്ന റംലത്ത് മാമാണ്. എൻ്റെ അനിയത്തി കൂടിയാണ്. കട്ട സപ്പോർട്ടായിട്ട് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. റംലത്ത് മാമും ഫസ്ല മാമും രചന മാമിൻ്റെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിന്ന് 2nd റാങ്ക് വേഗം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. അതിൽ ഉപരി എൻ്റെ മോള് നന്നായി ഇതിലെനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്.
മോളാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നത്. ഞാൻ 10ാം ക്ലാസ് വിദ്യാഭ്യാസം തന്നെ ഉള്ളൂ. എന്നാലും എല്ലാ കാര്യത്തിലും എൻ്റെ മോള് കട്ട സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് സെക്കൻഡ് റാങ്ക് വേഗം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. അതേപോലെ എൻ്റെ ഹസ്ബൻഡ് പക്ക നെഗറ്റീവ് ആയിരുന്നു. ഇന്ന് എനിക്ക് ഇതിൽ കൂടെ ഒരു വരുമാനം വരുന്നത് കണ്ടപ്പോൾ ഹസ്ബൻഡ് ഇന്ന് എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് കുടുംബത്തിൽ തന്നെ ഇന്ന് 10-25 പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ കട്ട സപ്പോർട്ടായിട്ട് ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നന്നായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വിജയിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് വിജയക്കാട്ട്. അപ്പോൾ എല്ലാവരും നന്നായി പ്രവർത്തിക്കാൻ വേണ്ടി Romeo, Romeo, que Romeo, oye, शक्ल वाले सारे के सारे पर पीरो. Romeo, Romeo, भाड़ के फेरियो, आगे चल पड़े हो बिन बुलाए बारातियों. तो कहीं न ले जा, हमने हो लिए जा, एक चोरी Soholi, Fabiola Monalisa, Kami Zagi Novita, Kami Jessica Domperi, I may ऐसे पैर तलक की तमाशा हुस्न से भरी सुंदरी जिन सपनों को सच हो जाने की आदत कटी है मेरी मर्दों से यादें मौत पर्दों से से पैर तलक बेतहाशा हुस्न से भरे छुड़ाएगी नौकरी Romeo, Romeo, que Romeo, oye, शक्ल वाले सारे के सारे पर पीरो. Romeo, Romeo, भाड़ के फेरियो, आगे चल पड़े हो बिन बुलाए बारातियों. तो कहीं न ले जा, हमने हो लिए जा, एक चोरी Jessica Soholi, Fabiola Monalisa, Kami Zagi Novita, Kami Jessica Domperi, I may
भाषा हुस्न से भरी पैरों में कायल की देरी से बंधती नैन रखने वाली मैं अलग गुरवा पे जैसी हूँ मैंने सोचत बहने वाली मुझे दिलों से बढ़ के सपनों की चाहत है जिन सपनों को सच हो जाने की आदत है कटती है मेरी मर्दों से लागी मौत पर्दों से Soy,